അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിക്ക സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ചർച്ചാ വിഷയമാകാറുണ്ട്. അതുപോലെ ഇപ്പോഴിതാ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റും അതിനെ തുടർന്ന് വേറൊരു പോസ്റ്റും. ട്രൂത്ത് സോഷ്യലിലെ ഒരു സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനുമൊപ്പം നടക്കുന്ന ചിത്രം പങ്കിട്ടുകൊണ്ട് ഇന്ത്യയെയും റഷ്യയെയും ചൈനയ്ക്ക് മുന്നിൽ നഷ്ടമായി എന്ന് ഡൊണാൾഡ് ട്രംപ് കുറിച്ചു. പോസ്റ്റ് പെട്ടെന്ന് തന്നെ വൈറലായി എങ്കിലും അതിലെ ഉള്ളടക്കം 3 കാരണങ്ങളാൽ ചോദ്യങ്ങൾ ഉയർത്തി. ഡൊണാൾഡ് ട്രംപിന്റെ പ്രയോഗം ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമായിട്ടല്ല, അമേരിക്കൻ നയതന്ത്രത്തോടുള്ള ഒരു സന്ദേശമായാകും തോന്നുക. ഇന്ത്യ വഴുതിപ്പോയി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സഖ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച വാഷിംഗ്ടണിലെ തന്റെ വിമർശകരെ ട്രംപ് പരോക്ഷമായി വെല്ലുവിളിച്ചു. അതേസമയം ഈ ഒരു പോസ്റ്റിൽ ട്രംപ് ഉപയോഗിച്ച ഫോട്ടോ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു. കാര്യം പലരും കരുതിയത് ഇത് ടിയാൻജിനിൽ അടുത്തിടെ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ നിന്നുള്ളതാണ് എന്നാണ്. മറിച്ച് മുൻപ് നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്നുള്ളതായിരുന്നു ഈ ഒരു ചിത്രം. ഈ ചിത്രത്തിൽ പ്രധാനമന്ത്രി മോദി ഷി ജിൻപിങ്ങിനും വ്ളാഡിമിർ പുടിനും പിന്നിലാണ് നടക്കുന്നത്. ഇന്ത്യ അവരോടൊപ്പം ചേരുന്നതിന്റെ സൂചനയായി ഡൊണാൾഡ് ട്രംപ് ഈ ചിത്രത്തെ മാറ്റിയിരിക്കുന്നു. എന്നിരുന്നാലും ബ്രിക്സ് പോലുള്ള ഫോറങ്ങളിൽ പങ്കെടുക്കുന്നത് രാജ്യം പക്ഷം പിടിക്കുന്നതിന് തുല്യമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ബഹുമുഖ ഉച്ചകോടികളിലെ ഇന്ത്യയുടെ സാന്നിധ്യം ഇന്ത്യ US പങ്കാളിത്തത്തെ ദുർബലപ്പെടുത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പക്ഷം അതിലും വലിയ ചിത്രം കാണാതെ പോകുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ്. അടുത്തിടെ ഇന്ത്യൻ കയറ്റുമതിക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ വർധനവ് സംഘർഷത്തിന് കാരണമായിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രംപിന്റെ സന്ദേശം വാഷിംഗ്ടണിന്റെ, അതായത് US ചെയ്തികൾ അംഗീകരിക്കുന്നതിന് പകരം ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ മാറുകയാണ്. ഇന്ത്യ ബെയ്ജിംഗിലേക്ക് ചായുന്നതായി ചിത്രീകരിക്കുന്നതിലൂടെ ട്രംപ് തന്റെ ചൈന വിരുദ്ധ പരാമർശം തീവ്രമാക്കുന്നതിനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭാഷയിലെ മൂർച്ച ഇന്ത്യക്ക് വേണ്ടി മാത്രമായിരുന്നുവെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം ചൈനയെ ഇരുണ്ടത് എന്നും തിന്മ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പുതിയ ഭീഷണികളോ ശിക്ഷാ നിർദ്ദേശങ്ങളോ അതിന് പിന്നിലില്ല. ചൈനയുമായോ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം US പുറം തിരിഞ്ഞു നിൽക്കുക എന്നല്ല അർത്ഥമാക്കുന്നതെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞർ ഊന്നി പറയുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം തന്ത്രപരമായ സ്വയംഭരണത്തിലൂടെയാണ് നയിക്കപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ബ്ലോക്കുമായോ മറ്റേതുമായോ പൂർണ്ണമായും യോജിക്കാതെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒന്നിലധികം ശക്തികളുമായി ഇടപഴകുന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്. പ്രായോഗിക തലത്തിൽ ഇന്ത്യ US ബന്ധം സജീവമായി തുടരുകയുമാണ്. ഇന്ത്യയെയും റഷ്യയെയും ചൈനയ്ക്ക് മുന്നിൽ നഷ്ടപ്പെട്ടു എന്ന് തന്റെ പോസ്റ്റിന് ഡൊണാൾഡ് ട്രംപ് പിന്നീട് മറുപടി നൽകി. അതായത് മറു പോസ്റ്റ് ഉണ്ടായിരുന്നു. വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ANIയോട് പ്രതികരിച്ച ട്രംപ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിരാശ പ്രകടിപ്പിക്കുകയും ഇന്ത്യക്ക് മേൽ US ചുമത്തിയ 50% തീരുവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇനി ഈ ഒരു പോസ്റ്റിൽ, നേരത്തെ തന്റെ പോസ്റ്റിൽ ചൈനയോട് ഇന്ത്യയെ നഷ്ടപ്പെട്ടതിന് ആരെയാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇതിനകം ഇത്രയും അധികം എണ്ണ വാങ്ങുന്നതിൽ ഞാൻ വളരെ നിരാശനാണ്. ഞാൻ അത് അവരെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യക്ക് മേൽ 50% എന്ന നിലയ്ക്കുള്ള വളരെ വലിയ തീരുവ ഏർപ്പെടുത്തി. നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് പ്രധാനമന്ത്രി മോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം 2 മാസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റോസ് ഗാർഡനിൽ പോയി ഒരു പത്രസമ്മേളനം നടത്തി. ട്രംപ് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു. അതായത് അമേരിക്ക ഇന്ത്യയെ ചൈനയ്ക്ക് മുന്നിൽ നഷ്ടപ്പെടുത്തി എന്ന തന്റെ മുൻ പോസ്റ്റിലെ അവകാശവാദം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൈസായിട്ട് നിഷേധിച്ചു. ഇന്ത്യയെയും റഷ്യയെയും ചൈനയ്ക്ക് മുന്നിൽ നഷ്ടമായി എന്ന് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പരാമർശങ്ങൾ വന്നത്. അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഭാവി ഉണ്ടാകട്ടെ എന്നും അദ്ദേഹം പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു.